കാപ്പെ വേർഡെ സ്പെയിനിനെ ഞെട്ടിച്ചുകൊണ്ട് കാപ്പെ വേർഡെ സമനിലയിൽ കുരുക്കി സ്പെയിൻ. അതും അവസാനത്തെ ഒരു കോർണറിലൊരു ഹെഡൊക്കെ ഉണ്ടായിരുന്നു, അത് ഗോളാക്കിയിരുന്നുണ്ടെങ്കിൽ സ്പെയിൻ ചിലപ്പോൾ പൊട്ടിയേനെ. ദാറ്റ്സ് ലിറ്ററലി ഒരു വേൾഡ് കപ്പിൽ നമ്മൾ പൊതുവെ കാണുന്നൊരു കാര്യമാണ്. ചെറിയ ടീമുമായിട്ട് ബിഗ് ടീംസ് അല്ലെങ്കിൽ ജയൻറ്റ് ടീംസ് സമനിലയിൽ കുടുങ്ങുന്നത്, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നത്, മാച്ച് ടൈറ്റായി പോകുന്നത്, കഷ്ടപ്പെടുന്നത്, വിയർക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ചായിരുന്നു ഈ ഒരു സ്പെയിൻ വേഴ്സസ് കാപ്പെ വേർഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാച്ച്. ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് വൊസീനിയ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കാപ്പെ വേർഡിൻ്റെ ഗോൾ കീപ്പറാണ്. 40 വയസ്സുടെ ലിറ്ററലി 40 years ഓൾഡാണ് ആ ചങ്ങായിക്ക്. എച്ചാതി സേവുകളാണ് നടത്തിയത്. ഫെറാൻ ടോറസിനെ കുറിച്ച് പറയാം, ഫെറാൻ ടോറസിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഓപ്പൺ ഷോട്ട്. അത് പുള്ളി ഒരു കേവിങ് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഷോട്ടൊക്കെ തന്നെയാണത്. ഈസി ആയിട്ട് ഇത് സേവ് ചെയ്ത്, കയ്യിലൊതുക്കി ഇത് സേവ് ചെയ്തു. പിന്നെ വേറെയും കുറേ ഷോട്ട് ഉണ്ടായിരുന്നു, സ്ട്രെച്ച് ചെയ്ത് അപ്പിലോട്ട് സ്ട്രെച്ച് ചെയ്തൊരു സേവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓഫ് സൈഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ സേവ് മോനെ എച്ചാതി. ആ ഗോൾ കീപ്പറെ നമ്മൾ പറയുന്നത് വേണം. ഈ കാപ്പെ വേർഡെ എന്ന് പറയുന്ന ടീമിൻ്റെ അറ്റാക്കും ശോകമായിരുന്നു, മിഡും ശോകമായിരുന്നു. പക്ഷേ ഇവർക്കെല്ലാവർക്കും യൂണീക്കായിട്ടൊരു ക്വാളിറ്റി ഉള്ളത്, ഇവരെല്ലാവരും ഡിഫെൻസീവ്ലി പക്കയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കാരണം അറ്റാക്കിങ് പോയത് പോട്ടെ, അത് പോയി, ഓക്കെ വിട്ടു. പക്ഷേ ഇവന്മാരെല്ലാവരും ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, ഡിഫെൻസിനെ സഹായിക്കുന്നു, ഗോൾ കീപ്പറെ സഹായിക്കുന്നു. വെരി ട്രിക്കി. ഈ ഒരു കാപ്പെ വേർഡെ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ അറ്റ്ലാന്റിക് ഓഷ്യനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് എന്താ പറയുക, കോമ്പിനേഷൻ ഓഫ് 10 വോൾക്കാനിക് ഐസ്ലൻഡ്സ്, അതായത് 10 വോൾക്കാനിക് ഐലൻഡ് കൂടി ചേർന്ന ഒരു രാജ്യമാണ് ഈ ഒരു കാപ്പെ വേർഡെ. ദേ ആർ പ്ലേയിങ് ദെയർ ഫസ്റ്റ് വേൾഡ് കപ്പ്. ആദ്യമായിട്ടാണ് അവർ വേൾഡ് കപ്പ് കളിക്കുന്നത്. ഈ ഒരു 48 ടീം ആയതുകൊണ്ട് കുറേ ടീംസ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത്. അങ്ങനത്തെ ഒരു ടീമാണ് ഈ ഒരു കാപ്പെ വേർഡെ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടീം ഡ്രീം ഡെബ്യൂ എന്നൊക്കെ പറയേണ്ടി വരും അവർക്ക്. ഓക്കെ, സ്പെയിനിന് ഒരു ജയൻറ്റ് ടീമിനെ അവർക്ക് കിട്ടുന്നു. സ്പെയിനാണെന്നുണ്ടെങ്കിൽ കാപ്പെ വേർഡെ 10 വോൾക്കാനിക് ഐലൻഡ്, ആകെ 5 ലക്ഷം മാത്രം കപ്പാസിറ്റി, 5 ലക്ഷത്തിന് താഴെ മാത്രം കപ്പാസിറ്റി ഉള്ളൊരു, നമ്മുടെ കേരളത്തിൻ്റെ അത്ര പോലും പോപ്പുലേഷൻ ഇല്ല ഐ തിങ്ക്, അതിൻ്റെ താഴെയുള്ള ഒരു രാജ്യം. സോ ഇവരൊക്കെ ഈസി ആയിട്ട് ജയിപ്പിക്കാം എന്നുള്ള രീതിയിൽ ലമീൻ യമാൽ പുറത്ത്, ഡാനി ഓൾമോ പുറത്ത്, ഗോൾ കീപ്പർ രായും യോൻ ഗാർസി അല്ല, അവരുടെ തേർഡ് ഗോൾ കീപ്പറിനെയാണ് ഇറക്കിയിട്ടുള്ളത്. ഫുവെന്തെ എന്ന് പറയുന്ന സ്പെയിനിൻ്റെ കോച്ച് വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു മാച്ചിന് എടുത്തത്. ബട്ട് ഇറ്റ് വാസ് എ ടൈപ്പ് മാച്ച്. യമാലിനെ ഇറക്കേണ്ടി വന്നു അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് 65-ാമത്തെ മിനിറ്റൊക്കെ ആയ സമയത്ത്. ഓക്കെ, ഓയർസബാൽ, പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റിൽ ഗാവി. എനിക്ക് ആ കോൺസെപ്റ്റ് തന്നെ മനസ്സിലായത്. നമ്പർ 9 ഒക്കെ ഗാവിക്ക് കൊടുത്ത് വൈ എനിക്ക് ആ കോൺസെപ്റ്റ് തന്നെ മനസ്സിലായില്ല. ഒരു ഇമ്പാക്റ്റും അച്ചങ്ങയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. റൈറ്റിൽ ഫെറാൻ ടോറസ് 2 ഓപ്പൺ ചാൻസ് മിസ് ചെയ്തു. ബട്ട് സ്റ്റിൽ ഹി മേക്സ് ആൻ ഇമ്പാക്ട്. ഈ ലെഫ്റ്റിൽ ഗാവിനെ എന്ത് തേങ്ങക്കാണ് അവിടെ വലിച്ചിട്ടുണ്ട്. ഈസ് എ മിഡല്ലേ പുള്ളി. കുറച്ച് കഴിഞ്ഞ് മിഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ആ സ്റ്റാർട്ടിങ് ലെവലിൽ ആ നമ്പർ 9 അവിടെ ഗാവിക്ക് എന്തിനു കൊടുത്തു? ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം അതാണ്, എന്തിനും അവിടെ ഗാവിക്ക് നമ്പർ 9 കൊടുത്തു? ജേഴ്സി നമ്പർ 9 കളിച്ചൊന്നുമല്ല, ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ടാണ് കളിച്ചത് സ്റ്റാർട്ടിങ്. ഇത്രയും സിമ്പിളായിട്ട് കാണേണ്ട ഒരു പരിപാടിയാണ്, ഒരു ടൂർണമെൻ്റ് ആണോ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്? ഏത് ചെറിയ ടീമാണെങ്കിലും മാച്ച് ടൈറ്റ് ആവും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. ബട്ട് ഇത്രയധികം ഈസി ആക്കണ്ടായിരുന്നു. അതിനുള്ള പണിയും കിട്ടി. ജസ്റ്റ് മിസ്സിനാണ് തോൽക്കാതിരുന്നത് സ്പെയിൻ. സംഭവം ശരിയാണ്. പൊസിഷൻ സ്പെയിനിൻ്റെ കയ്യിലാണ്, അറ്റാക്ക് സ്പെയിനിൻ്റെ കയ്യിലാണ്, ഷോട്ട് സ്പെയിനിൻ്റെ കയ്യിലാണ്, ഓൺ ടാർഗറ്റ് സ്പെയിനിൻ്റെ കയ്യിലാണ്, പാസ് കംപ്ലീഷൻ സ്പെയിനിൻ്റെ കയ്യിലാണ്, ഡ്രിബിൾസ് അറ്റംപ്റ്റ് സ്പെയിനിൻ്റെ കയ്യിലാണ്, ഡ്രിബിൾസ് കംപ്ലീറ്റഡ് സ്പെയിനിൻ്റെ കയ്യിലാണ്. ബട്ട് സ്റ്റിൽ മാച്ച് ഈസ് 0-0, 0-0. ഓക്കെ, ബിഗ് ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല. അവരുടെ വൊസീനിയ എന്നുള്ള ഗോൾ കീപ്പർ അത് സേവ് ചെയ്തു. വാട്ട് എ മാച്ച്. എന്തായാലും ഫാന്റാസ്റ്റിക് മാച്ചായിരുന്നു. എൻ്റെ ഫുട്ബോൾ എഡിഷനിലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ച് എന്താ പറയുക, 9:30 മാച്ച് ഉണ്ടായിരുന്നത്. സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് സ്പെയിൻ ഈസി ആയിട്ട് ജയിക്കും. അങ്ങനത്തെ ഒരു ലൈനപ്പും ആണ്. ഓയർസബാലിനൊക്കെ നമ്പർ 9 ആക്കി, അല്ലെങ്കിൽ ഒരു ഫോൾസ് 9 ആക്കി ഇറക്കിയിട്ട് അങ്ങനെ നിക്കോ വില്യംസ് ഇല്ല, ലമീൻ യമാൽ ഇല്ല, പക്ഷെ പെഡ്രയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണ് ഒരു ലൈനപ്പ് വന്നത്. ഈസി ആയിട്ട് വിജയിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ അല്ല. ദിസ് ഈസ് എ ഒരു ടഫ് മാച്ച് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാപ്പെ വേർഡെ എന്ന് പറഞ്ഞ ടീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ അറ്റാക്കിങ്ങിൽ കുറച്ച് ഷോക്കായിരുന്നു. മിഡ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവരെല്ലാവരും അല്ലോ, അറ്റാക്കിംഗ് ആയാലും മിഡ് ആയാലും ഡിഫെൻസീവ് ആയാലും ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫെൻസിങ് ആണ്. അറ്റാക്കേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, മിഡിനെ സഹായിക്കുന്നു, മിഡ്ഫീൽഡേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, ഡിഫൻസിനെ സഹായിക്കുന്നു. എത്ര ചാൻസുകളാണ് കില്ല് ചെയ്ത് കളഞ്ഞത്. സ്ലൈഡിങ് ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, കില്ല് ചെയ്ത് കളഞ്ഞു സ്പെയിനിൻ്റെ ലിറ്ററലി. ഓക്കെ,
ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇനിയും വരാനുണ്ട് മാച്ചസൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബെൽജിയം ഈജിപ്തുമായിട്ട് 1-1 സ്കോറിൽ ഡ്രോ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാൽവർദ്ധൻ്റെ ടീം ഉറുഗെ സൗദി അറേബ്യനായിട്ട് 1-1 സ്കോറിന് ഡ്രോ ആയിട്ടുണ്ട്. സോ ഡ്രോകളുടെ ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും സ്പെയിനിൻ്റെ കാര്യം ഇങ്ങനെയായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മാച്ചസ് ഇതുപോലത്തെ ടൈറ്റ് മാച്ചസ് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. എന്തായാലും സോ താങ്ക് യു സോ മച്ച്.